അപ്പോൾ നമ്മളുടെ 2 സുന്ദര കുട്ടപ്പന്മാരെ നമ്മളിന്ന് പുതിയ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോകേണ്ട. ഒരാൾ വയനാട്ടിലേക്കാണ് പോണത്, അതേപോലെ ഒരാൾ കണ്ണൂർക്കുമാണ് പോണത് കേട്ടോ. അപ്പോൾ ഇവർ നമ്മൾ യാത്ര പെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയിലാണ് കൊടുത്തു വിടുക. അപ്പോൾ യാത്രയിൽ നമ്മൾ 2 മണിക്കൂർ മുന്നേ എങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അതിനുശേഷം നമ്മൾ കുളിപ്പിച്ചതിന് ശേഷം ഒരു റെഡ് ടൈ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കൊടുക്കണത് നേരത്തെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വയറ് വണ്ടിയിൽ കിടന്ന് മറിഞ്ഞ് അവർ വോമിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി 2 മണിക്കൂർ മുന്നേ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം നമ്മളൊന്ന് ഗ്രൂം ചെയ്യണ കാര്യങ്ങളാണ് ചെയ്യണം. ഓൾറെഡി അവരൊന്ന് രാവിലെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഭക്ഷണം കൊടുത്തത്. എന്നാലും പിന്നെ അവരൊരു ബോഡിയിൽ ഉള്ള സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പ്രേ അപ്ലൈ ചെയ്യണേണ്ട. നല്ല അത് പല ടൈപ്പിൽ ഫ്ലേവറുള്ള സ്പ്രേ ഉണ്ട് നമ്മളിൽ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളതാണ് നമ്മൾ അടിക്കുന്നത്. നേരത്തെ വേറെ ഫ്ലേവറിലായിരുന്നു, അപ്പോൾ ഇതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പോൾ ആ ഒരു ഫ്ലേവറിലാണ്. അപ്പോൾ ആളെ നമ്മൾ ബോക്സിലാക്കുമ്പോൾ അതിക്ക് മുന്നേ പേപ്പറൊക്കെ കീറിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവരെ കൊടുത്തു വിടുക. അത് ഇപ്പോൾ യൂറിനോ മോഷനൊക്കെ അവർ പാസ് ചെയ്യണമെങ്കിൽ അവരുടെ ദേഹത്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ആളെയും നമ്മൾ അതേപോലെ തന്നെ സ്പ്രേ അടിച്ച് ഫ്രഷ് ചെയ്യേണ്ട. അപ്പോൾ ഇയാൾ കണ്ണൂർക്കും മറ്റേ ആൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇയാളെ നമ്മൾ അതേപോലെ തന്നെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളാണ് കൂട്ടത്തിലൊരു 2 പേരിൽ ഒരു പാവം ക്യാരക്ടർ. മറ്റേ ആൾ ഇത്തിരി കൂടി വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസം മറ്റവനാണ്. ഇവൻ ഇത്തിരി ഒതുക്കമൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഇവനെയും അതേപോലെ തന്നെ ബോക്സിലാക്കി അതേപോലെ തന്നെ പേപ്പറൊക്കെ കീറിയിട്ടിട്ടുണ്ട്. അതിൽ ബോക്സിലാക്കിയിട്ട് നമ്മൾ നേരെ പെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയിൽ കൊടുത്തു വിടാൻ പോവേണ്ട. 2 പേരെ നമ്മൾ ബോക്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ട് NH-ലേക്ക്. അവിടെ കൊണ്ടുപോയാണ് നമ്മൾ വണ്ടിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ അവർ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ NH-ൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിക്കും ആ സമയത്ത് നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നേരം കൊണ്ട് നമ്മളൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവനും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നണം. കാരണം അവൻ കുറേ നേരമായിട്ട് എന്തോ ആരെയോ നോക്കിക്കണ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി ഈ സമയത്ത് വരാമെന്നുണ്ട്. അപ്പോൾ അവർ ആറ്റത്ത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകണം. അപ്പോൾ നമ്മൾ എറണാകുളമാണ്. അപ്പോൾ നമ്മൾ NH-ലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ കൊടുത്തുവിടുക. ഡെമോറ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഇവരെ നമ്മൾ തലേദിവസം വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ ആ ദിവസം പിറ്റേ ദിവസം അവർ വന്ന ടൈം നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ഇതേപോലെ ബോക്സ് അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക വണ്ടിയിൽ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കും, ടോക്കൺ നമ്പറൊക്കെ തരും. അതേപോലെ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ആളെ കൊടുത്തു വിട്ടു. അപ്പോൾ വയനാട്ടിലേക്കും അതേപോലെ കണ്ണൂർക്കും. അപ്പോൾ ഈ വണ്ടിയിൽ അവർ പോവേണ്ട. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.